ആണവ പരിശോധനകൾക്ക് ഇറാൻ സമ്മതിച്ചെന്ന് അമേരിക്ക പറയുന്നുണ്ടല്ലോ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ച് ഒരു ഹൈ ലെവൽ കമ്മീഷൻ വേണമെങ്കിൽ പരിശോധിക്കാം. എന്നാൽ ഇറാൻ പറയുന്നു അങ്ങനെ ഒരു സംഭവമില്ല, അവരിതൊക്കെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ അവകാശവാദം പൊള്ളയാണെന്നാണോ? എസ് കെ ഡൊണാൾഡ് ട്രംപ് ഇന്ന് പെൻസിൽവേനിയയിൽ ഒരു റാലിയിൽ പങ്കെടുത്തപ്പോഴാണ് അനിശ്ചിതകാലത്തേക്ക് അവിടെ ആണവ ഏജൻസികൾക്ക് പരിശോധന നടത്തുവാൻ ഇറാൻ സമ്മതിച്ചു എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇറാൻ പതിവ് പോലെ ഈ ട്രംപിന്റെ അവകാശം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രംപിന് ഇതാദ്യമായിട്ട് US സെനറ്റിൽ നിന്നും ഇറാൻ യുദ്ധത്തിൽ ഒരു തിരിച്ചടി വന്നിരിക്കുകയാണ്. സൈനിക നടപടികളൊക്കെ അവസാനിപ്പിക്കാൻ ട്രംപിനോട് നിർദ്ദേശിക്കുന്ന നിയമത്തിന് ഇന്ന് സെനറ്റ് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഈ മാസം ആദ്യം ജനപ്രതിനിധി സഭയും ഈ യുദ്ധാധികാര പ്രമേയം പാസാക്കിയായിരുന്നു. ഇന്നിപ്പോൾ സെനറ്റിൽ 48-നെതിരെ 50 വോട്ടുകൾക്കാണ് ഈ പ്രമേയം പാസാക്കിയിരിക്കുന്നത്. 1973 ഈ വാർ പവേഴ്സ് ആക്ട് വരുന്നത്. എസ്കൻ ഇത് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു നിയമം വന്നതിന് ശേഷം യുദ്ധമുഖത്ത് ഒരു അമേരിക്കൻ പ്രസിഡന്റിനോട് സായുധ സേനയെ പിൻവലിക്കുവാൻ സംയുക്തമായിട്ട് US കോൺഗ്രസിന്റെ 2 സഭകളും ആവശ്യപ്പെട്ടിരിക്കുന്നത്. എസ്കെ മധു കൊട്ടാരക്കര, ഇനി അത്യാവശ്യം അവിടെ രാത്രിയായല്ലോ, ഒരു നല്ല ചായയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് സുഖമായിട്ട് ഉറങ്ങാം. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.